എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 19-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമാറ്റങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇ-പോസ് മെഷീൻ പണിമുടക്കിയതിനെ തുടർന്ന് പലയിടത്തും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ബയോമെട്രിക് വിവരങ്ങൾ റീഡ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. OTP മുഖാന്തരം ചിലയിടങ്ങളിലെങ്കിലും റേഷൻ വിതരണം സാധ്യമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ തീരെ റേഷൻ വിതരണം നടന്നിട്ടില്ല. അവസാന ദിവസങ്ങളിലേക്ക് ഈ മാസത്തെ റേഷൻ വിതരണം കടക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ളവർക്ക് 30 കിലോയോളം ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കേണ്ടതാണ്. മാത്രമല്ല ക്രിസ്മസ് അവധികളും വരാനിരിക്കുകയാണ്. ക്രിസ്മസ് മാസത്തെ സ്പെഷ്യൽ നീല വെള്ള റേഷൻ കാർഡിനും അധികമായിട്ട് അരിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിസന്ധി എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ മാസം 31 വരെ മുൻഗണന BPL റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 20 കിലോ അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും 25 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. സംസ്ഥാനത്ത് 15-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ച ന്യൂ ഇയർ ക്രിസ്മസ് പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ കയ്യിൽ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് കയ്യിൽ വിതരണം നാളെ മുതൽ സജീവമാകുന്നതാണ്. ഇതിനകം കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 300, 200, 500 എന്നീ തുകകൾ ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ്. ആ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കമന്റ് ആയിട്ട് അറിയിക്കണം. ബാങ്ക് അക്കൗണ്ടുകളിൽ ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ സേവനയിൽ കയറിയിട്ടൊന്ന് പരിശോധിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പെൻഷൻ ID നമ്പറും സേവന വെബ്സൈറ്റിൽ കാണുന്ന കോഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. എന്തുകൊണ്ടെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മനസ്സിലാക്കാം. മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി എടുക്കുന്നത് വിലക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ഹോട്ടലുകൾ, പരിപാടികളിലെ സംഘാടകർ, സമാന സ്ഥാപനങ്ങൾ എന്നിവർ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പി ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചു. ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്ന രീതി നിലവിലുള്ള ആധാർ നിയമത്തിന്റെ ലംഘനമാണ്. പകരം QR കോഡ് സ്കാൻ വഴിയോ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെരിഫിക്കേഷൻ അനുവദിക്കാവുന്നതാണ്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി UIDAI CEO ഭുവനേശ്വർ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. പേപ്പർ അധിഷ്ഠിത ആധാർ വെരിഫിക്കേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉടൻ കൊണ്ടുവരും. ഹോട്ടലുകൾ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആധാറിന്റെ ഫോട്ടോ കോപ്പി ആവശ്യമുണ്ട്. ഇത് വ്യക്തിപരമായ വിവരങ്ങളുടെ സുരക്ഷയെ ആണ് ബാധിക്കുന്നത്. ഇങ്ങനെ ഫോട്ടോ കോപ്പി നൽകുമ്പോൾ തങ്ങളുടെ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന ഭയം ഒരുപാട് ആളുകൾക്കുണ്ട്. അവരുടെ ഭയം ഇല്ലാതാക്കാനാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്ന് ഭുവനേഷ് കുമാർ വ്യക്തമാക്കി. പുതിയ നിയമം നിലവിൽ വരുന്നതോടുകൂടി മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് കർശനമായി വിലക്കുകയും അത് ഒരു കുറ്റമായി കണക്കാക്കുകയും ചെയ്യും. ഇതിനെതിരെ കർശനമായ നടപടിയും ഉണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനമാണ് ഉണ്ടായത്. ഗ്രാമിന് 30 രൂപ കൂടി 12,360 രൂപയും പവന് 240 രൂപ കൂടി 98,880 രൂപയുമായി. SIR-മായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക 23-ാം തീയതി പ്രസിദ്ധീകരിക്കുകയാണ്. നിലവിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു, അത് പരിശോധിക്കാം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലൂടെ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. അത് 2025-ലെ ലിസ്റ്റ് അല്ലെങ്കിൽ 2002-ലെ ലിസ്റ്റ് ഒക്കെയാണ് അതിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ SIR ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് ആകെ 2.78 കോടി ആളുകൾക്കാണ് എന്യൂമറേഷൻ ഫോമുകൾ തയ്യാറാക്കിയിരുന്നത്. ഇതിൽ 20,000-ൽ താഴെ ആളുകൾ മാത്രമാണ് എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ച് ഏൽപ്പിക്കാനുള്ളത്. തിരിച്ചേൽപ്പിച്ച ഫോമുകളെല്ലാം BLOമാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 25.08 ലക്ഷത്തോളം വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഇവരിൽ 8 ലക്ഷത്തോളം ആളുകൾ മരിച്ചവരായിട്ടും വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടും ഉൾപ്പെട്ടവരാണ്. ബാക്കിയുള്ള 17 ലക്ഷത്തോളം ആളുകൾ സ്ഥിരമായി വീട് മാറിപ്പോയതോ വീട് അടഞ്ഞുകിടക്കുന്നതിനാലോ കണ്ടെത്താനാകാതെ പോയിട്ടുള്ളവരാണ്. ഈ മാസം 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന അന്നു മുതൽ, അതായത് ഈ മാസം 23 മുതൽ
അടുത്ത മാസം 22 വരെ പട്ടികയിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഡിസംബർ 23 മുതൽ തന്നെ ഹിയറിംഗ് ആരംഭിക്കുന്നതാണ്. ഫെബ്രുവരി 14 വരെയാണ് ഹിയറിംഗ് ഉണ്ടായിരിക്കുക. പട്ടിക സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ കണ്ടെത്താനാവാത്ത ആളുകളെ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ BLO BLA മാർക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ BLO ആരാണോ അവരുടെ കയ്യിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. PDF ഫയൽ അവരുടെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം കണ്ടെത്താനാവാത്തവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഫോം 7 പ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതേസമയം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം, അതായത് ഫെബ്രുവരി 23 ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ഫോം 6 പ്രകാരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക. പ്രവാസി വോട്ടർമാരാണെങ്കിൽ ഫോം 6A പ്രകാരമായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വരുന്ന കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ നമ്മുടെ ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർ മുമ്പാകെ നമുക്ക് ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. ആക്ഷേപങ്ങൾ എങ്ങനെ ഉന്നയിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതായത് 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ ഇല്ലാത്തവരെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് വന്നിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം. ഈ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് നമ്മുടെ ഹിയറിങ്ങിനെ വിളിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള 12 രേഖകൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 12 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ മുഖാന്തരം ഹാജരാക്കിക്കൊണ്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയുന്നതാണ്. അപ്പൊ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുക. നേരത്തെ 23 എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 21 പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നമ്മൾ ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടും അവർ ഇത് സ്വീകരിച്ചിട്ടില്ല, നമ്മൾ തള്ളി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ജില്ലാ ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർ മുമ്പാകെ അപ്പീൽ ബോധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിലും തീരുമാനമായിട്ടില്ല എങ്കിൽ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസർ മുമ്പാകെ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള വഴികൾ. ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും അപ്പീൽ സമർപ്പിച്ചിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടാതെ പോവുകയാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ട് പിന്നീട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്കതിൽ ഉൾപ്പെടാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പറയുന്നത് ആർക്കാണെന്ന് വെച്ചാൽ, നിലവിൽ നമുക്ക് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമ്മുടെ പേരുണ്ട് എങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇനി അതല്ല, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലും പേരുണ്ടെങ്കിൽ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതൊന്നും ഉൾപ്പെടാതെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.